ഇപ്പോൾ വിപിൻ സി വിജയൻ ഉണ്ട്. വിപിൻ, കണിമംഗലം ശാസ്താവ് ഉടൻ തന്നെ തെക്കേ ഗോപുര നട തള്ളി തുറന്ന് ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ പൂരാവേശം എങ്ങനെയാണ്? ശ്രീമൂലസ്ഥാനത്തേക്ക് ഓരോ ഘടകപൂരങ്ങളായി ഇതാ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ടേക്ക് രാമന്റെ സമയമാണ്. രാമന്റെ ഫാൻ ബേസ് അത്രത്തോളം അറിയാവുന്നതാണ്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പുമായി രാമൻ അവിടെ നിന്നും ഈ ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളാൻ തുടങ്ങും. ഞാൻ നിൽക്കുന്ന ഈ ശ്രീമൂലസ്ഥാനത്ത് നമുക്ക് എടുത്തു പറയണമെങ്കിൽ ഇവിടെ വളരെ മനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. ഈ മുൻവശം, ഈ ക്ഷേത്രത്തിന്റെ മുൻവശം, വടക്കുനാഥ സന്നിധി മുൻവശം വളരെ മനോഹരമായി തന്നെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത് ഒരു ഭക്തന്റെ വഴിപാടാണ്. അത് 15 വർഷത്തോളമായി തുടരുന്ന ഒരു വഴിപാടാണ്. ആ വഴിപാടിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം തന്നെ അലങ്കരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. 15 വർഷമായിട്ടുള്ള ഒരു വഴിപാടാണല്ലേ? വഴിപാടാണ്. ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യകാലത്ത് ഈ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ ഒന്നുമില്ലാതെയാണ് നമ്മൾ ഇവിടെ പൂരം നടന്നു പോയി നിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ തൃപ്രയാർ ക്ഷേത്രത്തിൽ, എൻ്റെ തൃപ്രയാറാണ് യവനിക ഫ്ലവേഴ്സ്, ഞാൻ കുറേ കടകളുണ്ട്. അപ്പോൾ തൃപ്രയാർക്ക് ഞാൻ മനോഹരമായിട്ട് തൃപ്രയാറപ്പനെ ഞാൻ അലങ്കരിച്ച് ക്ഷേത്രമൊക്കെ ഇങ്ങനെ തോന്നിയതാണ്. അപ്പോൾ അങ്ങനെ മനോജ് സാർ പോലെയുള്ള മാനേജർമാരും ഇപ്പോൾ AC ആണ് ആൾ, അവർ പറഞ്ഞു ഇങ്ങനെ തൃശ്ശൂർ പൂരത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് വന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു കുടമാറ്റത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഇവിടെ ഈ ഉപചാരം ചൊല്ലി പിരിയുന്നതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെറുതെ കാലിയായിട്ടാണ് കിടക്കാറ് ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഐഡിയ പ്രകാരം അത് ഇങ്ങനെ മാറ്റി അലങ്കരിച്ചു ചെയ്തു. പിന്നെ തെക്കോട്ടിറക്കത്തിന് ചെത്തിക്കോട്ടുകാവ് വന്നപ്പോൾ അവിടെ അലങ്കരിച്ചു. പിന്നെ അത് ഭയങ്കര കളർഫുള്ളായി, സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ മനോഹരമായി. അപ്പോൾ ഞങ്ങളിങ്ങനെ കുരുത്തോല ഒരു ടീമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്ത് അത് തൃശ്ശൂരിൻ്റെ ആ ഒരു മഹിമ ഞങ്ങൾ ലോകത്തിനെ കാണിക്കാൻ അപ്പോൾ അതിമനോഹരമായിട്ട് നമ്മളിലൂടെ കാണട്ടെ. ഞങ്ങൾ തൃശ്ശൂർ ഓരോ കൊല്ലം ഞങ്ങൾ ഓരോ മോഡലിടും ഓരോ വർഷം. അപ്പോൾ അതാണ് പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഇങ്ങനെ അത് മാറി 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 അതിൻ്റെ പകർപ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എല്ലാ വർഷവും മോഡൽ മാറ്റും, പുതിയ 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 മോഡൽ ആലോചിച്ച് ഞങ്ങൾ ചെയ്യും. പക്ഷേ ഈ കൊല്ലം ഞങ്ങൾക്ക് കൂടുതൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. പൂരം നിൽക്കുമോ എന്നുള്ള ഒരു ഭയത്തിൽ ഞങ്ങളുടെ ഒരു സന്നാഹം ഒരുക്കാൻ പെട്ടെന്ന് പറ്റില്ല. പിന്നെ പെട്ടെന്ന് തീരുമാനം വന്നപ്പോൾ കൂടുതൽ മയിൽപ്പീലിയൊക്കെ ഉണ്ടല്ലേ? മയിൽപ്പീലിയുണ്ട്, കുരുത്തോലയുണ്ട്, പിന്നെ ലെയറുകളുണ്ട്, കണ്ടില്ല, പിന്നെ ജിപ്സോ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ വരും. ആ തെക്കേ ഗോപുര നടയും അതേപോലെ ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ തെക്കോട്ടിറക്കത്തിന് കണ്ടില്ലേ, ഭയങ്കര ഡിസൈൻ. ഓരോ വർഷം നോക്കിക്കോ പല പല മോഡലായിരിക്കും. ഈ കൊല്ലങ്ങളിൽ അടുത്ത കൊല്ലം ഉണ്ടാവില്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പരിശ്രമമുണ്ട്. ഞങ്ങൾ കുറേ പേര്, ഇനി അപ്പുറത്തും കുറേ പേര് തെക്കേ നടയിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കൂടി ചേരുകയാണ്. പൂരത്തിനുള്ള എല്ലാ ഘടകപൂരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണ്. അതായിപ്പോൾ കണിമംഗലം ശാസ്താവ് വരാൻ പോകുന്നു. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അത് ആദ്യം ഈ തെക്കേ ഗോപുരം നട കടന്നു വരുന്ന ഒരു ഏകപൂരം അതാണ്. പിന്നെ ജീവൻ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ തൃപ്രയാർ ജോലി എടുക്കുമ്പോൾ തന്നെ, തൃപ്രയാർ ദേവസ്വം മാനേജറായിട്ട് ഞാൻ ജോലി എടുക്കുമ്പോൾ അറിയാവുന്ന അവിടെയാണ് ഷോപ്പുള്ളത്. ഞങ്ങളാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. ആ ക്ഷണിച്ച നമുക്ക് ആ കണക്കുകൂട്ടലിൽ ഒരിക്കലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് 10 പൈസ പോലും വാങ്ങിക്കാതെ സമർപ്പണമാണ് ഒരു യഥാർത്ഥ ഭക്തൻ്റെ ആത്മസമർപ്പണം. ഓരോ വർഷം ചെല്ലും തോറും വടക്കുന്നാഥൻ്റെ അതായത് വടക്കുന്നാഥൻ്റെ ഗോപുരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ചിഹ്നങ്ങളാണ്. തെക്കേ ഗോപുരവും പടിഞ്ഞാറേ ഗോപുരവും തൃശ്ശൂർ എന്ന നഗരത്തിൻ്റെ ചിഹ്നമാണ്. ആ ചിഹ്നം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ദിവസമാണ് തൃശ്ശൂർ പൂരം. അന്ന് എത്രമാത്രം അലങ്കരിക്കാൻ പറ്റുന്നു അത്രമാത്രം ജീവൻ അത് അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വരെ അത് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം. കാരണം ഞങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, എനിക്കൊരു പാസ്, വണ്ടിയുടെ പാസ് അത് സംഘടിപ്പിച്ചു തരണം, അത് മാത്രമേ ചോദിക്കുള്ളൂ. ഒരു അപകടത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ. ആളുകളുടെ ഒരു പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലത്തെ ഒരു കണ്ടിട്ട് എനിക്ക് യാതൊരു അപകടം ഉണ്ട് എന്നുണ്ടെങ്കിലും തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു വികാരം എല്ലാവരും ഉൾക്കൊണ്ടുന്നതാണ് എൻ്റെ ഒരു കണക്കുള്ളൂ. പക്ഷെ ഇന്നലെ രാത്രി വരെ ഒരു 2, 2:30, 3 മണി വരെയൊക്കെ ഈ ഭാഗത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ആ തെക്കേ ഗോപുരം നടക്കുന്നതും നമ്മളെല്ലാവരും കണ്ടതാണ്. അത് എല്ലാവരും ഉള്ളിലുണ്ട്, അത് ശരിക്കും തന്നെയാണ്. പക്ഷേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.